ചാലക്കുടി പുഴയിൽ മുതലക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയെന്നൊരു വാർത്തയുണ്ട്. അതിരപ്പള്ളിയിലാണ് മുതലക്കുഞ്ഞുങ്ങളെ കണ്ടത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ജിലേഷ് ചന്ദ്രനാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ചാലക്കുടി പുഴയിൽ മുതലക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി. ചാലക്കുടി പുഴ എന്ന് പറയുന്നത് കാലടിയിലെ പ്രേക്ഷകർക്കറിയാം, ഈ ശ്രീശങ്കരാചാര്യരുടെ കാലിൽ മുതല കടിച്ചു എന്നൊരു കഥ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ചാലക്കുടി പുഴയിൽ മുതലക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി എന്നൊരു വാർത്തയുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ, ചാമവളപ്പിൽ ഈ ചാലക്കുടി പുഴയിൽ നേരത്തെ മുതലകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിരപ്പള്ളിയിലാണ് മുതലക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ആ വാർത്തയുടെ ഒരു പ്രാധാന്യം? തീർച്ചയായും അരുൺകുമാർ, ഒരുപാട് ആളുകൾ നിരന്തരമായി ഇറങ്ങുന്ന ചാലക്കുടി പുഴയുടെ തീരത്ത് നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ ഇത്തരത്തിൽ വലിയ ഈ മുതലക്കുഞ്ഞുങ്ങൾ കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഈ പ്രളയ സമയത്ത് അത്തരത്തിൽ ഈ ചാലക്കുടി പുഴയുടെ തീരത്ത് ഒരു വീടിനകത്ത് നിന്ന് ഒരു മുതലയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ്. പിന്നീടൊന്നും അത്തരത്തിലൊരു സംഗതി ഇതുവരെ ആളുകൾ പരിസരവാസികൾ കണ്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മുതലക്കുഞ്ഞുങ്ങളെ തന്നെ കണ്ടെത്തുന്നത്. ഈ സമീപ പ്രദേശത്തെ ആളുകളൊക്കെ ഒരു ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നിരന്തരമായി പുഴയെ ഉപയോഗിക്കുന്ന ആളുകളാണ്, കുളിക്കാനും മറ്റു ജലസേചന ആവശ്യങ്ങൾക്കെല്ലാമായി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതാണ് ഈ വാർത്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മുതലക്കുഞ്ഞുങ്ങൾ മുതല പെറ്റുപെരുകുന്നത് ഈ സമീപ പ്രദേശങ്ങളിൽ ഒരു ഭീഷണി ഉയർത്തും എന്നതാണ് നാട്ടുകാരുടെ വലിയ ആശങ്ക. വനവകുപ്പിനെ തുടർന്ന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. ഏതായാലും ഇപ്പോൾ മുതലക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് സംബന്ധിച്ച ആളുകൾ, പരിസരവാസികളൊക്കെ വനവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സമീപ പ്രദേശങ്ങൾ കയറാനുള്ള സാധ്യതയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അതിനെ തടയുന്നതിനുള്ള നടപടികൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അരുൺകുമാർ.